കള്ളം പറയുക എന്നത് മനുഷ്യന്റെ ഏറ്റവും പഴയ ശീലങ്ങളിലൊന്നാണ്. ഓരോ വ്യക്തിയും എപ്പോഴെങ്കിലുമൊക്കെ കള്ളം പറയാറുണ്ട്. ചിലർ ഭയം കൊണ്ട് കള്ളം പറയുന്നു, ചിലർ അത്യാഗ്രഹം കൊണ്ട്, ചിലർ സ്വന്തം മാനം രക്ഷിക്കാൻ വേണ്ടി, ചിലർക്കാകട്ടെ സത്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: കള്ളം കണ്ടുപിടിക്കാൻ കഴിയുമോ? യാതൊരു തെളിവുമില്ലാതെ തന്നെ മുന്നിലിരിക്കുന്നയാൾ പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മനഃശാസ്ത്രം പറയുന്നുണ്ട്, കള്ളം പറയുമ്പോൾ മനുഷ്യന്റെ ശരീരവും അവന്റെ ശബ്ദവും അവന്റെ കണ്ണുകളും അവന്റെ തലച്ചോറുമെല്ലാം മാറാൻ തുടങ്ങുന്നു. അവൻ എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചാലും ഉള്ളിലെ മാനസിക സമ്മർദ്ദം പുറത്തുവരിക തന്നെ ചെയ്യും. ഒരാൾ സത്യം പറയുമ്പോൾ അയാൾക്കൊന്നും ഓർത്തെടുക്കേണ്ടി വരുന്നില്ല, സത്യം തനിയെ പുറത്തുവരും. എന്നാൽ കള്ളം പറയുന്നയാൾ ഓരോ സെക്കൻഡിലും കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ മുമ്പ് എന്താണ് പറഞ്ഞതെന്നും ആരോടാണ് പറഞ്ഞതെന്നും ഇനി എന്താണ് പറയേണ്ടതെന്നും അയാൾക്ക് ഓർത്തുവെക്കേണ്ടതുണ്ട്. ഈ ഒരു മാനസിക സമ്മർദ്ദമാണ് അവന്റെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്നത്. ഇതിന്റെ ആദ്യത്തെ ലക്ഷണമെന്നത് ആവശ്യത്തിലധികം വിശദീകരണങ്ങൾ നൽകുക എന്നതാണ്. സത്യം പറയുന്നയാൾ കാര്യങ്ങൾ നേരെ ചൊവ്വേ സംസാരിക്കും. എന്നാൽ കള്ളം പറയുന്നയാൾ പലപ്പോഴും ഒരു ചെറിയ കാര്യത്തെപ്പോലും വളരെ വലുതാക്കി വിവരിക്കാൻ തുടങ്ങും. അയാൾ ആവർത്തിച്ചു പറയും, സത്യമായിട്ടും ഞാൻ ആണയിട്ട് പറയാം, എന്നെ വിശ്വസിക്കൂ എന്ന്. കാരണം മറ്റുള്ളവർ തന്നെ സംശയിക്കുന്നുണ്ടോ എന്ന ഭയം അയാൾക്കുണ്ടാകും. രണ്ടാമത്തെ ലക്ഷണം കണ്ണുകളുടെ പെരുമാറ്റമാണ്. കള്ളം പറയുന്നയാൾ കണ്ണു വെട്ടിക്കുമെന്നാണ് പലരും വിചാരിക്കുന്നതെന്നാൽ യഥാർത്ഥ മനഃശാസ്ത്രം പറയുന്നത് ചിലപ്പോൾ കള്ളം പറയുന്നവർ ആവശ്യത്തിലധികം കൺകോണുകളിലേക്ക് നോക്കുമെന്നാണ്. അയാൾ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ നോട്ടം സാധാരണ രീതിയിലായിരിക്കും. ഒന്നുകിൽ അത് പെട്ടെന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ ലക്ഷണം മുഖത്തുണ്ടാകുന്ന ചെറിയ ചലനങ്ങളാണ്. ഇവയെ മൈക്രോ എക്സ്പ്രഷനുകൾ എന്ന് വിളിക്കുന്നു. ഇവ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുമെങ്കിലും അവ സത്യം വെളിപ്പെടുത്തുന്നു. ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ കണ്ണുകളിൽ ഭയം കാണുന്നുണ്ടെങ്കിൽ ഉള്ളിൽ മറ്റെന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും മനുഷ്യന്റെ ചുണ്ടുകൾ പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങും. അവൻ ആവർത്തിച്ച് ചുണ്ടുകൾ ഈറനാക്കും, വെള്ളം കുടിക്കാൻ തുടങ്ങുന്നുണ്ട്, വൃത്തിയാക്കും. ഇവയെല്ലാം സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാണ്. നാലാമത്തെ ലക്ഷണം ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥയാണ്. മനുഷ്യൻ കള്ളം പറയുമ്പോൾ അവന്റെ ശരീരം ശാന്തമായിരിക്കില്ല. കാരണം ഉള്ളിൽ അസ്വസ്ഥത നടക്കുന്നുണ്ടാകും. തലച്ചോറ് സത്യവും കള്ളവും തമ്മിൽ പോരാടുകയായിരിക്കും. ആ അസ്വസ്ഥത ശരീരത്തിൽ പ്രകടമാകും. അഞ്ചാമത്തെ ലക്ഷണം വിഷയം മാറ്റുക എന്നതാണ്. കള്ളം പറയുന്നയാൾ പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ അവൻ വിഷയം മാറ്റാൻ ശ്രമിക്കും. അവൻ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും, നിങ്ങളിലേക്ക് ചോദ്യങ്ങൾ എറിയും, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റബോധമുള്ളവരാക്കാൻ ശ്രമിക്കും. കാരണം സംസാരം ആ വഴിക്ക് പോയാൽ സത്യം പുറത്തുവരുമെന്ന് അയാൾ ഭയപ്പെടുന്നു. മറ്റൊരു ആഴമേറിയ ലക്ഷണം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലെ സമയമാണ്. യഥാർത്ഥ വികാരങ്ങൾ പെട്ടെന്ന് തന്നെ വരുമെന്നാൽ വ്യാജവികാരങ്ങൾ വരാൻ അല്പം സമയമെടുക്കും. ഒരാൾ ദുഃഖിക്കുന്നതായി അഭിനയിക്കുകയാണെങ്കിൽ അയാളുടെ മുഖഭാവവും വാക്കുകളും തമ്മിൽ പൊരുത്തമുണ്ടാകില്ല. കണ്ണുകൾ മറ്റൊന്ന് പറയുമ്പോൾ ശബ്ദം വേറൊന്നാകും പറയുന്നത്. കള്ളം പറയുന്നയാൾ പലപ്പോഴും വാക്കുകൾ വളരെ സൂക്ഷിച്ചായിരിക്കും തിരഞ്ഞെടുക്കുക. അവൻ നേരിട്ട് മറുപടി നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറും. നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയും, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. അതായത് ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകില്ല. മനഃശാസ്ത്രം പറയുന്നു, സത്യം പറയുന്ന വ്യക്തി നേരിട്ട് ഉത്തരം നൽകും, കള്ളം പറയുന്നവൻ ഉത്തരത്തിൽ നിന്ന് ഓടിയൊളിക്കും. പരിഭ്രാന്തനാകുന്ന എല്ലാവരും കള്ളം പറയുന്നവരാകണമെന്നില്ല. ചില ആളുകൾ സ്വഭാവേന തന്നെ പരിഭ്രമിക്കുന്നവരായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഭയം തോന്നും. അതുകൊണ്ട് ഒരു ലക്ഷണം മാത്രം കണ്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരരുത്. പല ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴാണ് യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയൊരു ആഴമേറിയ കാര്യം മനസ്സിലാക്കുക, കള്ളം എന്നത് വെറും വാക്കുകളിൽ മാത്രമല്ല, ഉള്ളത്തത് ഊർജത്തിലാണുള്ളത്. ഒരു വ്യക്തി ഉള്ളിൽ നിന്ന് ശുദ്ധനാണെങ്കിൽ അവന്റെ സാന്നിധ്യത്തിൽ നമുക്ക് എളുപ്പവും ആശ്വാസവും തോന്നും. എന്നാൽ കള്ളം പറയുന്നവൻ എപ്പോഴും ഏതോ ഒരു ഭയത്തിലാണ് ജീവിക്കുന്നത്. പിടിക്കപ്പെടുമോ എന്ന അസ്വസ്ഥത അവനിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് നമ്മുടെ മനസ്സ് പെട്ടെന്ന് പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
ഇത് വെറുമൊരു സംശയമല്ല. നിങ്ങളുടെ അബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ കഴിയാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറ് വാക്കുകളേക്കാൾ കൂടുതൽ പെരുമാറ്റങ്ങളെയാണ് വായിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരാൾ പുഞ്ചിരിച്ചാലും അയാളുടെ മുഖം വ്യാജമായി നമുക്ക് തോന്നുന്നത്. കള്ളം പറയുന്ന വ്യക്തി പലപ്പോഴും സ്വയം ആവശ്യത്തിലധികം നല്ലവനായി കാണിക്കാൻ ശ്രമിക്കും. ആളുകൾ തങ്ങളെ തികഞ്ഞവരായി, പെർഫെക്റ്റായി കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഒരു വ്യക്തി എത്രത്തോളം മുഖംമൂടി ധരിക്കുന്നുവോ അവനുള്ളിൽ അത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നതാണ്. ഇനി ചോദ്യം വരുന്നു, ആരെങ്കിലും കള്ളം പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി ശാന്തത പാലിക്കുക. വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ ദേഷ്യപ്പെടാനാണ് കള്ളം പറയുന്നയാൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ അവന് ആ സംഭാഷണത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമതായി അയാളെ ശ്രദ്ധിച്ചു കേൾക്കുക. കള്ളം പറയുന്നവൻ സ്വന്തം വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകും. നിങ്ങൾ ശാന്തമായി കേൾക്കുകയാണെങ്കിൽ അവന്റെ കഥകളിലെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി ഒരേ ചോദ്യം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ ചോദിക്കുക. സത്യം എപ്പോഴും ഒരേപോലെയായിരിക്കുമെന്നാൽ കള്ളം മാറിക്കൊണ്ടേയിരിക്കും. നാലാമതായി അവന്റെ വാക്കുകളേക്കാൾ അവന്റെ പെരുമാറ്റത്തെ നോക്കൂ. ശബ്ദം, ശ്വാസോച്ഛ്വാസം, കണ്ണുകൾ, കൈകൾ, ഇവയെല്ലാം സത്യം വിളിച്ചു പറയും. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇതാണ്: ലോകത്തിലെ എല്ലാ വ്യക്തികളും എപ്പോഴെങ്കിലുമൊക്കെ കള്ളം പറയാറുണ്ട്. ചിലപ്പോൾ സ്വയം രക്ഷിക്കാൻ, ചിലപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കള്ളങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ മാത്രം മുഴുകിയിരിക്കരുത്. സ്വന്തം ഉള്ളിലേക്കും നോക്കൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യമാണോ പറയുന്നത്? ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന വ്യക്തി തന്നെയാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ? കാരണം ഏറ്റവും അപകടകരമായ കള്ളം മറ്റുള്ളവരോട് പറയുന്നതല്ല, മനുഷ്യൻ സ്വയം പറയുന്ന കള്ളമാണ് ഏറ്റവും അപകടകരം. മനുഷ്യൻ സ്വയം ചതിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതം മുഴുവൻ വ്യാജമായി മാറുന്നു. അവൻ പുറമേ ചിരിക്കുമെങ്കിലും ഉള്ളിൽ ശൂന്യമായിരിക്കും. സത്യം എപ്പോഴും എളുപ്പമുള്ളതായിരിക്കില്ല, പലപ്പോഴും അത് മുറിവേൽപ്പിക്കും. എന്നാൽ കള്ളം സാവധാനം മനുഷ്യന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തും. ഉള്ളിൽ യഥാർത്ഥ ശക്തിയുള്ള വ്യക്തിക്ക് കള്ളത്തിന്റെ ആവശ്യമില്ല. കാരണം സത്യം ജയിക്കാൻ അല്പം സമയമെടുത്താലും അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അവനറിയാം. ഓർക്കുക, കള്ളം എപ്പോഴും ഓർത്തുവെക്കേണ്ടതുണ്ടെന്നാൽ സത്യം ഓർത്തുവെക്കേണ്ടതില്ല.